അഹങ്കാരം പറഞ്ഞ മൂന്നാം സ്ഥാനത്താകുമെന്ന് പറഞ്ഞ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് തൃശ്ശൂരിലെ ആളുകൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കിങ്ങുണിക്കുട്ടൻ ഈ തൃശ്ശൂരിൽ നിന്ന്. ഇത് ചരിത്ര വിജയമാണ്. വളരെ വർഷങ്ങളുടെ ഞങ്ങളുടെ കാത്തിരിപ്പിന്, ഈ കഠിനാധ്വാനത്തിന് ഇന്ന് ഫലമുണ്ടായിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി ഇടതും വലതും ഞങ്ങൾക്ക് നേരെ ചൊരിഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ, അതിനൊക്കെ ജനാധിപത്യ രീതിയിൽ പലിശ സഹിതം തൃശ്ശൂരിലെ ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇത് ഇടത് വലത് കപട മുന്നണികളുടെ അവസാനമാണ്. ഇത് കേരളത്തിൽ ചരിത്രമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന വലിയ വിജയമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയം മാറും. ധീരബലിദാനികൾ പടുത്തുയർത്തിയുള്ള പ്രസ്ഥാനമാണ് തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി. ഈ NDA സഖ്യം ഈ വലിയ വിജയം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിജയം തൃശ്ശൂരിലെ ജനങ്ങളുടെ വിജയമാണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത NDA സഖ്യത്തിന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയം പറിച്ചു കൊടുക്കുകയാണ്. സ്നേഹത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ഈ നാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ. ഇത് വലിയ ഒരു ആഘോഷമായി, സുരേഷ് ഗോപിയെ വലിയൊരു ആഘോഷമായിട്ട് നാളെ തൃശ്ശൂര് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ് ഈ തൃശ്ശൂരിലെ വിജയം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പറഞ്ഞ കോഴിമുട്ട കാണാനില്ല. കോഴിമുട്ട പോലെയാവും താമര പറഞ്ഞ ആള്. കോഴിമുട്ടയുടെ ചീമുട്ട ഏറ് അദ്ദേഹത്തിന് നല്ല ഒന്നാം തരം ചീമുട്ട കൊണ്ടുള്ള ഏറാണ് നാട്ടിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആളുകൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കിങ്ങുണിക്കുട്ടൻ ഈ തൃശ്ശൂരിൽ നിന്ന്. നാളെ ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണം. നാളെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വൻ ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള വലിയ സ്വീകരണം നാളെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഞങ്ങൾ നൽകും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൽ അഹങ്കാരം ആർക്കും ഭൂഷണമല്ല. ഇന്നലെ പോലും കെ മുരളീധരൻ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകുമെന്നാണ്. അഹങ്കാരമാണ് മുരളീധരൻ പറഞ്ഞത്. മുരളീധരന്റെ അഹങ്കാരത്തിന് പലിശ സഹിതം തൃശ്ശൂരിലെ ജനങ്ങൾ ഇന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ആ അഹങ്കാരം പറഞ്ഞ മൂന്നാം സ്ഥാനത്താകുമെന്ന് പറഞ്ഞ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാര് മറുപടി കൊടുത്തിരിക്കുകയാണ്. ആ വോട്ടർമാർക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്.